മഴത്താളങ്ങൾ മുറുകുമ്പോൾ ഹൃദയഭിത്തികൾ രണഭേരികളാകുന്നു. മഴത്താളങ്ങൾ മുറുകുമ്പോൾ ഹൃദയഭിത്തികൾ രണഭേരികളാകുന്നു. നഗരസഭയുടെ വൈസ് ചെയർമാൻ ശ്രീമതി സീറോ ഗണേശൻ ഇന്നത്തെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന കോതമംഗലത്തിൻ്റെ പ്രിയങ്കനായകൻ്റെ ശ്രീ ആന്റണി മണോഹർ, ഇന്ന് ഏവരും കാത്തിരിക്കുന്ന, കേൾക്കാൻ കൊതിക്കുന്ന മൊഴിയുമായി ഈ പുസ്തക പ്രകാശന കർമ്മത്തിനെത്തി ഈ വേദിയെ, ഈ സദസ്സിനെ, ഈ കോതമംഗലം എന്ന ഈ ഒരു ഗ്രാമത്തെ ധന്യമാക്കുന്ന ആദരണീയനായ കവി ശ്രീ പുലിപ്പുഴ ശ്രീകുമാർ അവർ പുസ്തക സ്വീകരണം നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജയകുമാർ ചെങ്ങമനാട്, പുസ്തകപരിചയം നടത്തുന്ന പ്രിയപ്പെട്ട സിജു മുന്നേക്കാട്. ബിന്ദു ടീച്ചറിനെ പറ്റി പറയുമ്പോൾ ബിന്ദു ടീച്ചർ തൻ്റെ ചെറുപ്പകാലം മുതൽ കവിതയുടെ വരികളിലേക്ക് തന്നെ നയിച്ച ആളുകളെ എല്ലാവരെയും ഓർമ്മിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നതാണ്. ഡേസി ടീച്ചറാണ് ശരിക്കും ബിന്ദുവിൻ്റെ ആ സാഹിത്യ രംഗത്തെ പ്രതിഭയെ കണ്ടെത്തുന്നത്. അങ്ങനെ സംസ്ഥാന തലം വരെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബിന്ദുവിന് നല്ല രീതിയിൽ കവിതയുടെ ലോകത്ത്, കഥയുടെ ലോകത്ത് മുന്നേറാൻ ആ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഭാരതം ചെയ്യുന്നു. ടീച്ചറിന്റെ ഈ അവസരത്തിൽ ഒന്നുകൂടി എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. എനിക്ക് കവിതയോ മറ്റ് കാര്യങ്ങളൊന്നും അറിയില്ലായെങ്കിൽ പോലും എല്ലാം ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് കവിതയെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ടീച്ചറിനെ കൂടുതൽ പരിചയപ്പെടാനും ടീച്ചറിനെ അടുത്തറിയാനും പറ്റിയൊരു സാഹചര്യം കിട്ടിയതിൽ നിന്നും, അതുപോലെ തന്നെ ടീച്ചറിന്റെ ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇനി മുന്നോട്ടുള്ള ടീച്ചറിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ഒത്തൊരുമയോടുള്ള സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എൻ്റെ പ്രിയ അധ്യാപികയായ ബിന്ദു ടീച്ചറിൻ്റെ കാവ്യദേവതയെ വീണ്ടും എന്ന കവിത ഈ അവസരത്തിൽ ചൊല്ലാനായി ലഭിച്ചത് എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ടീച്ചറിന് എല്ലാ ആശംസകളും നേരുന്നു. കാവ്യദേവതയെ വീണ്ടും. മിത്രത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിയുടെ ഒരുപക്ഷെ മലയാള കവിതയിലേക്ക് ഞാൻ ചേർത്ത് വെച്ച ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെന്ന നിലയിൽ ബിന്ദു ടീച്ചറുടെ പുസ്തക പ്രകാശനത്തിന് ഞാൻ ആശംസകൾ നേരുകയാണ്. പ്രിയപ്പെട്ട ബിന്ദു ജിജിയുടെ കവിതാ സമാഹാരം അടുത്ത ഞായറാഴ്ച കോതമംഗലത്ത് വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയാണ് എന്നറിയുന്നതിൽ
എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. മികച്ച കവി എന്ന നിലയ്ക്ക്, ഭാഷാസ്നേഹി എന്ന നിലയ്ക്ക്, ഗവേഷണം എന്ന നിലയ്ക്ക് വളരെ നല്ല ഒരു സാഹിത്യ സേവനമാണ് ബിന്ദു ജിജി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തെ കവിതയുടെ പ്രത്യേകത എന്ന് ഞാൻ കണ്ടിരിക്കുന്നത് ആധുനികതയുടെ സങ്കീർണതകളും അല്ലെങ്കിൽ വാക്കുകളും തീയകളും അതൊന്നും ടീച്ചറുടെ കവിതകളിൽ നമുക്ക് നമ്മുടെ വായനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലല്ല കവിത ഉയർത്തിരുന്നേറ്റവും ഇവയുടെ വേരുകളിൽ നിലമൂടും ജനിസ്മൃതികൾ നനവൂറുമെൻ തൂലികത്തുമ്പിൽ ഉയർത്തെഴുന്നേൽക്കുന്നൊരീ അക്ഷരങ്ങൾ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, നമ്മുടെ ഈ പുസ്തക പ്രകാശനം നടത്തുന്നതിന് വേണ്ടി ഏറെ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ കുരിപ്പുഴ ശ്രീകുമാർ, മറ്റ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഉൾപ്പെടെ അധ്യക്ഷൻ ഉൾപ്പെടെ വേദിയിലുള്ള സാഹിത്യവേദിയിൽ ബോധവൽക്കരണത്തെയും മറ്റുമെല്ലാം സാഹിത്യ സാംസ്കാരിക വേദിയിൽ നിറസാന്നിധ്യങ്ങളായ മഹനീയ വ്യക്തിത്വങ്ങളാണ് വേദിയിലും സദസ്സിലുമെല്ലാം ഉള്ളത്. കവിതാ സമാഹാരത്തെ സംബന്ധിച്ചു, അതോടൊപ്പം തന്നെ ടീച്ചർ കടന്നു വന്ന വഴികളെ സംബന്ധിച്ചുമൊക്കെ ഇവിടെ ആമുഖമായി എനിക്ക് മുൻപേ സംസാരിച്ചവർ സൂചിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഒരു അധ്യാപക എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ചെറുപ്പം മുതൽ തന്നെ എഴുത്തിനോട് വലിയ ആഭിമുഖ്യം കാണിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ടീച്ചർ എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് ഇനിയും ഈ രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. അപ്പോൾ ഒരു സാഹിത്യ രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകാൻ കഴിയുന്ന നല്ല വിലപ്പെട്ട അത്തരത്തിലുള്ള പുതിയ പുതിയ സൃഷ്ടികൾ സാഹിത്യ മേഖലയിലേക്ക് കൊണ്ടുവരാൻ ടീച്ചർക്ക് തീർച്ചയായിട്ടും കഴിയും. അതിനേതായാലും നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ഒരു പുസ്തക പ്രകാശന വേളയിൽ തന്നെ പൊതുമംഗലത്തിൻ്റെ ഒരു പരിച്ഛേദം എന്നുള്ള നിലയിൽ മഹനീയ വ്യക്തിത്വങ്ങളാണ് എല്ലാവരും കൂടെ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ടീച്ചർക്ക് അതൊരു പ്രോത്സാഹനം, ഒരു സാഹിത്യ രംഗത്ത് അറിയപ്പെടുന്ന ഒട്ടേറെ സൃഷ്ടികൾ നടത്താൻ ടീച്ചർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി തന്നെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മഴത്താളങ്ങൾ മുറുകുമ്പോൾ ഹൃദയഭിത്തികൾ രണഭേരികളാകുന്നു. മഴത്താളങ്ങൾ മുറുകുമ്പോൾ ഹൃദയഭിത്തികൾ രണഭേരികളാകുന്നു. വിലാപങ്ങൾക്കപ്പുറം നൂപുരധ്വനികളുയരുന്നു. പടർന്ന ഓലത്തുമ്പുകൾക്കിടയിൽ അരിച്ചിറങ്ങുന്ന നീർത്തുള്ളികൾ ചുട്ടുപഴുത്ത വസുധതൻ നെഞ്ചകത്തിന് കുളിർമയായി മാറുന്നുവോ. ചുട്ടുപഴുത്ത വസുധതൻ നെഞ്ചകത്തിന് കുളിർമയായി മാറുന്നുവോ. വർഷമേഘങ്ങളെന്നുമെൻ സ്വപ്നങ്ങളിൽ പെയ്തിറങ്ങിയിടുമ്പോൾ ഒരു ഹിമബിന്ദുവായി ഇതളുകളെ ചുംബിക്കുമൊരമൃത നിമിഷങ്ങളിൽ നിന്നിലലിയാൻ കൊതിച്ചു ഞാൻ.
പക്ഷി അവശേഷിപ്പിച്ച തൂവലുകൾ ഹൃദയനീടത്തിൽ സീൽക്കാരങ്ങളാകുന്നുവോ. പറന്നുയർന്ന പക്ഷി അവശേഷിപ്പിച്ച തൂവലുകൾ ഹൃദയനീടത്തിൽ സീൽക്കാരങ്ങളാകുന്നുവോ. സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ ഏറ്റവും വിനീതമായ നമസ്കാരം. എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ബിന്ദു ജിജി എന്ന കവിയുടെ മഴത്താളങ്ങൾ ഓർക്കുമ്പോൾ എന്ന ഈ പുസ്തകം ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. എനിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴുള്ള അത്യാഹ്ലാദം കൂടി ഞങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എന്തുകൊണ്ട് എല്ലാവരുടെയും പ്രശ്നം അതാണ്, ശ്രീബുദ്ധൻ്റെ പ്രശ്നം അതായത് എന്തുകൊണ്ട് മനുഷ്യർ മരിക്കുന്നു, എന്തുകൊണ്ട് വൈ മനുഷ്യർക്ക് രോഗം ബാധിക്കുന്നു, എന്തുകൊണ്ട് നിരപരാധികളായ മനുഷ്യരെ ഉരുൾപൊട്ടിയിട്ട് 5-6 പേര് കുടുംബസഹിതം മണ്ണിൻ്റെ അടിയിൽ പോകുന്നു, വൈ എന്തുകൊണ്ട്. ഈ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് ഒരാളിനെ ബോധവതയിലേക്ക് നയിക്കുന്നത്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുമ്പോൾ പിന്നീട് കവി ഉണ്ടാവില്ല. പിന്നീട് കവിതയ്ക്ക് അപ്പുറം നിൽക്കുന്ന ഒരു സമാധാനമാണ് ഏത് കവികൾക്ക് ലഭിക്കുക. അങ്ങനെ ഉത്തരം ലഭിക്കാത്ത ആളുകളാണ് കവികളായിട്ട് മാറുന്നത്. എന്തുകൊണ്ട് എന്ന അന്വേഷണത്തിന് ഉത്തരം ലഭിക്കാത്ത ആളുകൾ. എവിടെ ചെന്നാട്ടം പഠിച്ചു. ആ കുട്ടി പറഞ്ഞ മറുപടി, ആ നെല്ലും പെണ്ണെല്ലും ആടണ കണ്ടേ അയ്യാട്ടോ പൊയ്യാട്ടോ കണ്ടു പഠിച്ചേ. ആണെല്ലും പെണ്ണെല്ലും ഒന്നിച്ചു നിന്ന് ഡാൻസ് ചെയ്ത് കണ്ടിട്ടാണ് ആ നൃത്തതയാണ് ഞാൻ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞു. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന, അരിയിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ആളുകളോടൊപ്പം ഒരു കവിയെ നിൽക്കേണ്ടതായിട്ട് ഉണ്ട്. മലയാളത്തിലെ എഴുത്തച്ഛൻ മാത്രമേ ഉള്ളൂ, എഴുത്തമ്മയില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് നമുക്ക് എഴുത്തമ്മ ഇല്ലാതായി പോയത്? നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ തൊട്ടടുത്ത ഭാഷയായ തമിഴിൽ അമ്മയാണ്, അവരുടെ എഴുത്തമ്മയാണ്. തൊട്ടപ്പുറത്തെ ഭാഷയായ കന്നഡയിൽ അക്ക മഹാദേവി അവരുടെ എഴുത്തമ്മയാണ്. എന്തുകൊണ്ട് ഒരു എഴുത്തമ്മയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല? വാസ്തവത്തിൽ ഒരുപാട് കവിതകൾ ഉണ്ടായത് അമ്മമാരുടെ മനസ്സിൽ നിന്നാണ്. ടീച്ചറിന് ഈ വരെ തണലിൽ എന്നുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ധാരാളമായിട്ട് ടീച്ചറുടെ സാഹിത്യകൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ടീച്ചറുടെ ഒരു കവിത എഴുതുക എന്നുള്ളതാണ് ഇന്ന് എനിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം. മൗനത്തിൻ്റെ ഭാഷ. ഏതാണ് മൗനത്തിൻ്റെ ഭാഷ? ഉതിർക്കുന്ന വിശ്വാസത്തിൽ അലിഞ്ഞു ചേർന്ന ഭാഷയോ, അണഞ്ഞുപോയ കനലുകളുടെ ഭാഷയോ, ജയതോൽവികളില്ലാത്ത മത്സരത്തിന്റെ ഭാഷയോ, കടന്നുപോയ ചവിട്ടടിപ്പാതകളുടെ ഭാഷയോ, കരിഞ്ഞിട്ടും കരിയാത്ത നിറച്ചാത്തുകളുടെ ഭാഷയോ, കനൽ ജ്വലിക്കുന്ന ചിന്തകളുടെ ഭാഷയോ, താഴ്ത്തുകൂട്ടിയ മനസ്സിന്റെ അഗാധതയുടെ ഭാഷയോ, ചുവന്ന രക്തസാക്ഷിയുടെ ചുട്ടുകളഞ്ഞ സ്വപ്നങ്ങളുടെ ഭാഷയോ, വേദനയുടെ അന്നം കൊണ്ട് വിഷപ്പടക്കുന്നവരുടെ ഭാഷയോ, ഏതാണ് മൗനത്തിന്റെ ഭാഷ? എല്ലാവരും ഈ പുസ്തകം വാങ്ങണം, വായിക്കണം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, വാങ്ങി ലൈബ്രറികൾക്ക് സംഭാഷണം നൽകണം. അങ്ങനെ എല്ലാവരും ഈ പ്രസാധനവുമായി സഹകരിക്കണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. ഒരാൾ വായിക്കുന്നതുപോലെ ആണെന്നില്ല മറ്റൊരാൾ വായിക്കുന്നത്, ഒരാൾ കണ്ടതുപോലെ ആണെന്നില്ല മറ്റൊരാൾ കാണുന്നത്. ആ ഒരു വേറിട്ട കാഴ്ച ഓരോ വ്യക്തിനിഷ്ഠമായ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെ വായനാ സാക്ഷ്യമായി വായനാനുഭവമായിട്ട് വരാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും വായന ഈ പുസ്തകത്തിന് മാത്രമല്ല ജീവിതത്തെ സംബന്ധിച്ചുള്ള നിലപാടുകളുടെ കാര്യത്തിലൊക്കെ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന അത്തരം ഒരു മഹാവായനയിലേക്ക് നമ്മുടെ മനസ്സുകൾ മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ടീച്ചർക്ക്
വേദിയിലും സദസ്സിലും എത്തിച്ചേർന്നിട്ടുള്ള അതിവിശിഷ്ട ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കവിത കലാസ്വാദകരെ, സുഹൃത്തുക്കളെ, മനസ്സു നിറഞ്ഞ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാനിവിടെ നിൽക്കുകയാണ്. എൻ്റെ പ്രിയ സ്നേഹിതയുടെ മഴത്താളങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുന്നിലേക്ക് തുറന്നു തരുന്നതിന് വേണ്ടി. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന മഹാനായ ഒരു കവി അന്ന് പാടിവെച്ചു, ദശകങ്ങൾക്ക് മുമ്പ്. എരികിരി കൊണ്ട മാംസദാഹങ്ങളെ നരകമാക്കുന്നു നിങ്ങൾ ഈ പാരിനെ, വിടില്ല വിടില്ല നിങ്ങളൊരു ചിറകുടിഞ്ഞ പൂമ്പാറ്റയെ കൂടിയുമെന്ന്. ഒരുപാട് വർഷം മുമ്പാണ് അദ്ദേഹം എഴുതി വെച്ചത്. പിന്നെയും കുറെ വർഷങ്ങൾ കഴിഞ്ഞു. മലയാള സാഹിത്യത്തിലെ കാവ്യ സംസ്കൃതിയിലെ ആണായി പിറന്ന ഒരുത്തൻ എഴുതി, വാക്കരിയുന്നോരടുപ്പിൽ നിന്നും തീക്കനൽ കോരി ഞാൻ തിന്നിടുമ്പോൾ, വാക്കരിയുന്നോരടുപ്പിൽ നിന്നും തീക്കനൽ കോരി ഞാൻ തിന്നിടുമ്പോൾ, ഓർക്കുവാനെന്തുണ്ട് കൂട്ടുകാരി കാക്കക്കറുപ്പുള്ള നട്ടുച്ചകൾ, വാക്കരിയുന്നോരടുപ്പിൽ നിന്നും തീക്കനൽ കോരി ഞാൻ തിന്നിടുമ്പോൾ, പൂക്കുവതെന്താണ് കൂട്ടുകാരി ഓർക്കാപ്പുറത്തൊരു ചെമ്പരത്തി. നമ്മുടെ മുന്നിലിരിക്കുന്ന മലയാള കാവ്യ സംസ്കാരത്തിന്റെ അഭിമാനമായ, നമ്മുടെ ഓരോരുത്തരുടെയും സ്വകാര്യ അഹങ്കാരമായ ബഹുമാനപ്പെട്ട കുരിപ്പുഴ സാർ എന്നിങ്ങനെ എഴുതിയതാണ്. എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ നിന്ന് ഒരാൾ എഴുതി, ഉശിരുള്ള ഒരു കവി എഴുതി, ചോര പൊടിയുന്ന കൈകൾ പകർന്ന തലോടലുകളുടെ, ചോര പൊടിയുന്ന കൈകൾ പകർന്ന തലോടലുകളുടെ, നീ ചീന്തിയെറിയാത്ത കാപട്യങ്ങളുടെ, നിഴൽ കുപ്പായങ്ങളുടെ, അതിരുകൾക്കുള്ളിൽ പിടയുന്ന ആത്മവിലാപങ്ങളുടെ, കരിമിഴി നൽകിയ പകൽ കിനാവുകളുടെ, അതെ കറുത്ത ചിരികൾ എന്നും അടയാളപ്പെടുത്തുകയാണ് മായ്ക്കാനാവാത്ത വിധം. കരുത്തുള്ള ഈ വരികൾ എഴുതിയത് മറ്റാരുമല്ല, ഇന്ന് നമ്മുടെ എല്ലാം ശ്രദ്ധാകേന്ദ്രമായ, നമ്മളെല്ലാം ഉറ്റുനോക്കുന്ന, നമ്മുടെ എല്ലാം അഭിമാനമായ, കോതമംഗലത്തിന്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു ജിജി ടീച്ചറാണ്. ആരുടെ കാലിൽ തറയ്ക്കുന്ന നോവും എന്റെ ഉള്ളിലാണ് തറയ്ക്കുന്നതെന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ഇന്നിന്റെ നേർക്കാഴ്ചകളിലെ ബിന്ദു ടീച്ചർ വരച്ചെടുക്കുകയാണ് ഒരു ക്യാൻവാസിൽ ചിത്രം വരയ്ക്കുന്നത് പോലെ. കനൽ ജ്വലിക്കുന്ന ചിതകളുടെ ഭാഷയും, കനൽ ജ്വലിക്കുന്ന ചിതകളുടെ ഭാഷയും, ചുവന്ന രക്തസാക്ഷിയുടെ ചുട്ടുകളഞ്ഞ സ്വപ്നങ്ങളുടെ ഭാഷയും, വേദനയുടെ അന്നം കൊണ്ട് വിശപ്പടക്കുന്നവന്റെ ഭാഷയും. ഇതിലേതാണ് മൗനത്തിന്റെ ഭാഷ? ഇതിലേതാണ് മൗനത്തിന്റെ ഭാഷ എന്നെഴുതി കവിത നിർത്തുകയാണ്. ഇതിന് ഉത്തരം നൽകേണ്ടത് ടീച്ചറല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. ഈ കവിത വായിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. അഴുകി ജീർണിച്ച യാഥാസ്ഥിതിക സാംസ്കാരിക പ്രയത്നങ്ങൾക്കിടയിൽ നിന്ന് ഇരകളെ നിരന്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ കാലഘട്ടത്തില്. അന്ധകാരങ്ങളുടെ ചോരപ്പാടുകളും കൊലവിളിയുമെല്ലാം ബിന്ദു ജിജി എന്ന എഴുത്തുകാരിയെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിനെല്ലാം ഉത്തരമാണ് ഈ പുസ്തകം. മൃതസഞ്ജീവനി എന്ന കവിതയില് നീ എനിക്ക് എന്നാണ് മൃതസഞ്ജീവനിയായത്? നെഞ്ചുകീറിയ മുറിവുകൾക്ക് ഔഷധമായപ്പോഴോ, പനി പിടിച്ച പകലുകൾക്ക് പുതപ്പായി മാറിയപ്പോഴോ, മഴമേഘങ്ങൾ തുല്ലിയ ആകാശ കൂടാരത്തില് ഞാനൊരിക്കൽ രാപ്പാക്കും. അന്ന് നീ മഴനൂലുകളുടെ മൃതസഞ്ജീവനിയായി എന്നിലൂടെ പെയ്തിറങ്ങും. അന്ന് നീ മഴനൂലുകളുടെ മൃതസഞ്ജീവനിയായി എന്നിലൂടെ പെയ്തിറങ്ങും. ആർക്കോ വെടിവെച്ച് കൊല്ലാനായി, ആർക്കോ കഴുത്ത് ഞെരിച്ച് കഴുത്തറുത്തു കൊല്ലുവാനായി ഓരോ യുവത്വവും ഇന്ന് പിറവി കൊടുക്കുന്നു. ഇനി എന്റെ മകളോ അതോ നിന്റെ മകളോ? ആരാണ് റെയിൽ പാളങ്ങളിൽ ചതഞ്ഞരിയുക? ആരാണ് നടുറോട്ടിൽ പെട്രോളിൽ തീയിൽ അമരുക? ഇതിനെല്ലാം ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് ഈ കവിതയില്. എന്റെ ഒറ്റമുറിയുടെ ഉള്ളനക്കത്തിലൂടെ വന്നിരിക്കട്ടെ, പ്രണയിക്കുകയാണ് ഞാൻ. സിരകളിൽ പടർന്ന അഗ്നിയുടെ ശമന താളത്തിലൂടെ പ്രണയാകാശങ്ങൾക്കപ്പുറമുള്ള ലോകത്തെ എന്നും പ്രണയിക്കുകയാണ് ഞാൻ. ശക്തമായ ശീലികൾ കൊണ്ട് ഈ എഴുത്തുകാരി തന്റെ തൂലികയിലൂടെ നമുക്ക് തരുന്നത് വളരെ ഒഴുക്കുള്ള ഒരു ഭാഷാശൈലിയാണ്. ബിന്ദു ജിജിയുടെ കവിതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒളിഞ്ഞും തെളിഞ്ഞും കാണാവുന്ന ഉള്ളൂരിന്റെ ഭാഷാശൈലിയാണ്. ചിത്രശാല എന്ന തന്റെ കവിതയില്
ഉള്ളൂരെഴുതി ഭാരതക്ഷമേ നിന്റെ പെൺമക്കൾ അടുക്കളക്കാരികൾ വീടാമ്പൂട്ടിൽ കുടുങ്ങും തത്തമ്മകൾ എന്നിവർ പതിതകൾ സഹധർമ്മണീഗ്രഹ മംഗള ദേവതാദി നാമങ്ങൾ കനർഹകൾ. ഉള്ളൂരിന്റെ കവിത പൊതിക്കാത്ത തേങ്ങ പോലെയായിരുന്നു കട്ടിയുള്ളത്. ബിന്ദു ജിജിയുടെയും പൊതിക്കാത്ത തേങ്ങ പോലെ കട്ടിയുള്ള കവിതകൾ. എന്നാൽ അത് പൊതിച്ചെടുത്ത് പൊട്ടിച്ചെടുത്ത് ചിരകിയെടുത്താൽ ഉള്ളിൽ കാണുന്നത് അതിമധുരമായ സ്വാദിഷ്ടമായ തേങ്ങ. ഈ പുസ്തകം നിങ്ങൾ ഓരോരുത്തരുടെയും കൈകളിലേക്ക് ഇന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും എത്തിച്ചേരും. തീർച്ചയായും ഓരോരുത്തരും ഇത് വായിക്കണം. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഇത് വായിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉറുമ്പുകൾക്കും ദിനോസറുകൾക്കും മുമ്പ് എന്ന കവിത ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. പിന്നീട് എപ്പോഴോ വാവലുകളും തേളുകളും ഉഗ്രം ഭണമുയർത്തി നാഗത്താന്മാരും മണ്ണിലേക്ക് ഇഴഞ്ഞു വന്നു. പീഡിതമായ ഇലപ്പടപ്പുകൾ അടക്കം പറഞ്ഞു, ഇവരും ഭൂമിയുടെ അവകാശികൾ, ഇവരും ഭൂമിയുടെ അവകാശികൾ. ആദികാവ്യത്തിന്റെ ചരിത്രം മുതൽ സമകാലിക കവിതകൾ വരെ നോക്കിയാൽ ചരിത്രം പലപ്പോഴും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. വാക്കുകളെ പടക്കുതിരകളായിട്ടാണല്ലോ നമ്മുടെ പഴമക്കാർ ഓർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല ഭടൻ ഏറ്റവും നല്ല പടക്കുതിരയെ സ്വീകരിക്കുന്നത് പോലെ ഏറ്റവും നല്ല കവി ഏറ്റവും മികച്ച വാക്കുകളെ സ്വീകരിക്കുന്നു. ഈ പുസ്തകത്തില് ആദ്യം മുതൽ അവസാനം വരെ സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാവും, ബിന്ദു ജിജി എന്ന എഴുത്തുകാരി ആവശ്യമില്ലാത്ത ഒരു വാക്ക് പോലും എഴുതിയിട്ടില്ല. എല്ലാം ആവശ്യമുള്ളത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പുസ്തകത്തിലെ ഓരോ വാക്കുകളും ശുദ്ധീകരിക്കപ്പെട്ട നക്ഷത്രങ്ങളാണ്, ജീവനുള്ള നക്ഷത്രങ്ങളാണ്. ഓർമ്മയുടെ ഭാണ്ഡങ്ങൾ നിറയുമ്പോൾ, നേരിൽ നോവുകൾ കടലിലെടുക്കുമ്പോൾ, എഴുതാതിരിക്കുവതെങ്ങനെ ഞാൻ. ഈ കവിത വായിക്കുമ്പോൾ എഴുതി തെളിഞ്ഞ പാകം ചെന്ന ഒരു എഴുത്തുകാരിയെ നമുക്ക് ഇതിൽ ദർശിക്കാൻ കഴിയുന്നു. വാക്കെരിയുന്നവരടുപ്പിൽ നിന്ന് തീക്കനൽ കൊണ്ട് കവിത എഴുതുന്ന ബഹുമാനപ്പെട്ട കുരിപ്പുഴ മാഷിനെ പോലെ ബിന്ദു ജിജി എന്ന വ്യക്തിത്വം വളരുന്ന കാലം അതിവിദൂരമല്ല എന്ന് അഭിമാനത്തോടെ ഞാൻ പറയുന്നു. ഈ പുസ്തകത്തിലെ കവിതകൾ താളാത്മകമായ ബിംബങ്ങളല്ല, കാവ്യാത്മകമായ കൽപ്പനകളുമല്ല, മറിച്ച് കവിത കല്ലുകൾ കൊണ്ട് നമുക്ക് നേരെ എറിയുകയാണ് എഴുത്തുകാരി. ആ കല്ലുകൾ നമ്മുടെ നെഞ്ചിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് പതിക്കുക തന്നെ ചെയ്യും. പതിക്കാതിരിക്കാൻ തരത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ മനുഷ്യൻ മരിച്ചിട്ടില്ല. നമ്മുടെ ഉള്ളിലെല്ലാം മനുഷ്യനിന്നും ജീവിച്ചിരിക്കുന്നു. ഇന്നിനു നേരെ തന്റെ പടവാളെഴുതുന്നു, പേന കൊണ്ട് പടവാളെഴുതുന്നു. അക്ഷരങ്ങളിലൂടെ അവർ യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധത്തിന്റെ തീപ്പൊരികളാണ് ഈ പുസ്തകത്തില്. എനിക്ക് ഓർമ്മയുണ്ട്, ബിന്ദു ജിജി എന്ന ഈ എഴുത്തുകാരി ഈ സാധന തുടർന്നാൽ, ഈ എഴുത്ത് തുടർന്നാൽ, ഒരുപാട് നാളത്തെ നീണ്ട സാധനയ്ക്ക് ശേഷം മലയാള കാവ്യ ലോകത്തിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ കുരിപ്പുഴ ശ്രീകുമാർ സാറിനെ പോലെ മലയാള സാഹിത്യത്തെ കൈപിടിച്ച് നടത്താനുള്ള പ്രാപ്തിയില് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ കുരിപ്പുഴ സാറിനെ പോലെ നമ്മുടെ ബിന്ദു ജിജി ടീച്ചറും എത്തിച്ചേരും എന്ന് അഭിമാനത്തോടെ ഞാൻ പറയുകയാണ്. ഈ മഴത്താളങ്ങൾ മുറുകുകയാണ്. അന്തരീക്ഷവും നമ്മുടെ മനസ്സുമെല്ലാം ഈ മഴത്താളങ്ങൾക്കൊപ്പം മുറുകുകയാണ്. ഈ മഴത്താളങ്ങളെ നിങ്ങളിലേക്ക് ഞാൻ അഴിച്ചുവിടുകയാണ് വളരെ സന്തോഷത്തോടെ. ഈ അക്ഷരമുത്തുകൾ നിങ്ങൾ വാരി ആസ്വദിക്കണം. ഓരോ അക്ഷരമുത്തുകളെയും നിങ്ങൾ ആസ്വദിക്കണം. ഇതിന്റെ ഉള്ളിൽ നമ്പറുണ്ട്. ബിന്ദു ജിജി ടീച്ചർ വിളിച്ച് നല്ലതായാലും ചീത്തയായാലും തോന്നുന്നതെന്നെല്ലാം വിളിച്ചു പറയണം. എങ്കിൽ മാത്രമേ അടുത്ത പുസ്തകത്തിന് ബിന്ദു ടീച്ചറിന് അതൊരു പ്രോത്സാഹനമാവുകയുള്ളൂ. ഒരുപാട് സന്തോഷത്തോടെ ഈ പുസ്തകം ഏറെ സന്തോഷത്തോടെ ഇതിലെ ഓരോ കവിതകളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു വെളിച്ചത്തിൽ നെറുകയിലെഴുതിയ കവിതയായി തീർന്നൊരാ മധുചഷകം, ഒരു വെളിച്ചത്തിൽ നെറുകയിലെഴുതിയ കവിതയായി തീർന്നൊരാ മധുചഷകം. ബിന്ദുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീട്ടിൽ ചെറുപ്പകാലം മുതൽ കവിതയെയും എല്ലാം പ്രണയിച്ചിരുന്ന ബിന്ദുവിനെ എന്നും ഈ മേഖലയിലേക്ക് കൈപിടിച്ചു നിർത്തിയത് ഞങ്ങളുടെ പ്രിയ പിതാവാണ്. പിതാവ് 3 വർഷമായി
മറവി രോഗം ബാധിച്ച് കിടപ്പിലാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഞങ്ങൾക്കിന്ന് ഏറെ വേദന തരുന്നു. എങ്കിലും വിധിയെ നമുക്ക് മാറ്റിമറിക്കാൻ നിർവാഹമില്ല. ഇനിയും ഒട്ടേറെ മുന്നോട്ട് പോകാൻ എൻ്റെ പ്രിയ സഹോദരിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കവിതാ സമാഹാരം ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രകാശനം നിർവഹിച്ചത് മലയാളികളുടെ ഇഷ്ട കവി കൂടിയായ കുരീപ്പുഴ ശ്രീകുമാർ സാറാണ്. കവിതയുടെ രാജപാത തന്നെ ടീച്ചറുടെ മുന്നിൽ തുറന്നു കിടക്കുകയാണ്. ആ പാതയിലൂടെ ടീച്ചർ യഥേഷ്ടം സഞ്ചരിക്കട്ടെ. ടീച്ചറിൽ നിന്ന് കൂടുതൽ നല്ല കവിതകൾ ഇനിയും ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പഠിച്ച രണ്ട് സഹോദരിമാരെ, ഒന്ന് റീച്ചൽ വർഗീസും ബിന്ദു വർഗീസും, ഇന്ന് ബിന്ദു ജിജി എന്നറിയപ്പെടുന്ന ബിന്ദു വർഗീസും. കലാലയത്തിൽ ഞാൻ ശശിധരൻ സാറും അപ്പു സാറും അപ്പു സാറും ഒക്കെ മലയാള ഭാഷ പഠിപ്പിച്ച രണ്ട് സഹോദരിമാരാണ്. വരും കാലങ്ങളിൽ ബിന്ദു ജിജിയുടെ കവിതകളെല്ലാം കലാലയത്തിലെ ക്ലാസുകളിൽ പഠിപ്പിക്കുവാനും പഠിപ്പിക്കേണ്ടവരുടെ ആത്മാവായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും മലയാളികളുടെ കുടുംബങ്ങൾ ആ കാലഘട്ടത്തിൽ വികസനമാകട്ടെ എന്ന് ആത്മാവായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഹോദരിമാർക്ക് പ്രത്യേകിച്ച് ബിന്ദുവിനും എല്ലാവരും ആശംസകളും. ജിജിയും എൻ്റെ വിദ്യാർത്ഥിയാണ്, ഭർത്താവ്. ഈ സഹോദരങ്ങൾക്ക് എല്ലാവിധമായ നന്മകളും നേരുന്നു. മക്കൾക്ക് ഒക്കെ വിദ്യാശംസകൾ നേരുന്നു. താങ്ക് യു. ഇനിയുള്ള കാലം മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും എല്ലാം കൂടുതൽ പ്രശോഭിക്കാൻ കഴിയട്ടെ, കൂടുതൽ ഉയരാൻ കഴിയട്ടെ, ഒത്തിരി സംഭാവനകൾ അർപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ബാബായുടെ അടുത്ത് ടീച്ചറെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്നും പുരോഗമന ചിന്തയുടെ വിത്ത് മനസ്സിൽ സൃഷ്ടിക്കുന്ന ടീച്ചർ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ അഭിമാനം കൂടിയാണ്. പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ ഒരു കുടുംബാംഗം കൂടിയാണ് ടീച്ചർ. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷവും മധുരവുമാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ. തീർച്ചയായിട്ടും വലിയ വലിയ സൃഷ്ടികൾ ടീച്ചറിൻ്റെ തൊഴിലെത്തുന്നു, മനസ്സിൽ നിന്ന് ഊർന്നു വീഴാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, കാത്തിരിക്കുന്നു. എല്ലാ വിജയങ്ങളും ഭാവങ്ങളും നേതൃത്വം അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. എല്ലാവിധ ആശംസകളും ടീച്ചർക്ക് നേരുകയാണ്. കാരണം നല്ല കവിതകളാണ്. ഞാൻ കവിതകളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. തുടർന്ന് എഴുതുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ടീച്ചറിനുണ്ടാകട്ടെ. കൂടുതൽ പുസ്തകങ്ങൾ വരട്ടെ. സുവർണരേഖയുടെ ഒട്ടേറെ പ്രവർത്തകർ അംഗങ്ങൾ ഇവിടെ ഉണ്ട്, നമ്മളെ കാണുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി, സുവർണരേഖയുടെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി ടീച്ചറോടുള്ള സ്നേഹവും സന്തോഷവും എല്ലാം പങ്കുവയ്ക്കുകയാണ്. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കവിക്ക് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങളെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ദോഷങ്ങളിലേക്ക് കണ്ണും കാതും തുറന്നു വെച്ച് എല്ലാ ചലനങ്ങളെയും വീക്ഷിക്കുകയും സാംശീകരിക്കുകയും അതിനെ ഭാവനയുടെയും ഭാഷയുടെയും ഭംഗി കൊണ്ട് കരുത്തരുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു കവി അല്ലെങ്കിൽ ഒരു കഥയെഴുത്തുകാരൻ ഏതരത്തിലുള്ള എഴുത്തുകാർ ചെയ്യുന്നത്. അത്തരത്തിൽ സമൂഹത്തിലുള്ള ചലനങ്ങളെ മുഴുവനും സാംശീകരിക്കുകയും അതിനെ അക്ഷരങ്ങളിലൂടെ മനോഹരമായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ബിന്ദു ടീച്ചർ ഇനിയും ഇനിയും സർഗാത്മകതയുടെ മേഖലയിൽ, കവിതയുടെ മേഖലയിൽ, കഥയുടെ മേഖലയിൽ സാഹിത്യത്തിൻ്റെ ഉയർന്നു പറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവരുടെ എല്ലാ ആശംസകളും എൻ്റെ പ്രിയ ടീച്ചർക്ക് ഇതുപോലെയുള്ള നല്ല നല്ല കവിതകൾ, അതുപോലെ തന്നെ നല്ല നല്ല കവിതകളുടെ കൂടിയായിട്ട് മലയാള സാഹിത്യത്തിന് നല്ലൊരു സംഭാവന നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം. ജീവിതത്തിലെ അനർഘമായ ഒരു നിമിഷത്തിലാണ് ഈ വേദിയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്നാണ് എന്നിലേക്ക് കവിത വന്നണഞ്ഞത്. ബാല്യത്തിലെ അപ്പച്ചൻ്റെ കൈകൾ കോർത്ത് അപ്പച്ചൻ പകർന്നു തരുന്ന വാക്കുകളിലൂടെ, അപ്പച്ചൻ്റെ മൊഴികളിലൂടെ, അപ്പച്ചൻ കൈകളിലേക്ക് എടുത്തു തന്ന പുസ്തകത്തിൽ താളുകളിലൂടെ, അപ്പച്ചൻ്റെ ചിന്തകളിലൂടെ എൻ്റെ അക്ഷരക്കൂട്ടുകൾ ജനിക്കുകയായിരുന്നു. ഈ അക്ഷരക്കൂട്ടുകൾക്ക്
ജീവൻ പകരുന്ന വേളയിൽ ഞാൻ ഈ പുസ്തകത്തെ എൻ്റെ പ്രിയ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയ അധ്യാപകർ, എൻ്റെ പ്രൈമറി ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച എൻ്റെ പ്രിയ ലില്ലി ടീച്ചർ, എനിക്ക് വേണ്ടി ആശംസ ചൊരിഞ്ഞ യോയാക്കി സാർ തുടങ്ങിയ എൻ്റെ അധ്യാപകരുടെ മുന്നിൽ എനിക്കിങ്ങനെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർ എന്നിലേക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹാശസ്സുകൾ മാത്രമാണ്. ആ ഗുരുഭൂതന്മാരുടെ കാൽക്കൽ തൊട്ട് ഞാൻ നമിക്കട്ടെ. സ്കൂളിലെ കൊച്ചു കൊച്ചു സാഹിത്യവേദികളിൽ തുടങ്ങി സംസ്ഥാന കലോത്സവം വരെ ഈശ്വര കൃപയാൽ പങ്കെടുക്കാനുള്ള ഒരു അവസരവും എനിക്ക് ആ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കിട്ടിയത് ഞാൻ വളരെ സന്തോഷത്തോടെ ഈ നിമിഷം ഓർക്കുകയാണ്. എഴുത്തിൻ്റെ ആത്മാംശങ്ങളെ വീണ്ടും തൊട്ടറിയാനുള്ള ഒരു സാഹചര്യം 2018 പ്രീ ഡിഗ്രിയുടെ ഒരു കൂട്ടായ്മ മാർ അത്തനേഷ്യസ് കോളേജിൽ ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രിയ സഹപാഠി ഡാമി പോളിൻ്റെ ആ ഒരു നേതൃത്വത്തിൽ കൂട്ടായ്മ നടക്കുകയും ധൃതന്തപുളകിത സംഗമം എന്ന പേരിൽ അത്തനേഷ്യസ് കോളേജിൽ 30 വർഷം മുമ്പ് പഠിച്ച ഞങ്ങൾ സഹപാഠികൾ ഒരുമിച്ച് കൂടാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായി. 30 വർഷം മുമ്പ് ഒരുമിച്ച് കൂടിയ സഹപാഠികൾ പകർന്നു തന്നത് വലിയൊരു തീനാളമായിരുന്നു മനസ്സിലേക്ക്. കുടുംബജീവിതത്തിൻ്റെയും അധ്യാപന ജീവിതത്തിൻ്റെയും ഇടയിൽ പലപ്പോഴും സർഗാത്മക പ്രവർത്തനങ്ങളിൽ നിന്ന് 25 വർഷത്തോളം മാറി നിന്ന എന്നിലേക്ക് വീണ്ടും അക്ഷരക്കൂട്ടുകളെ പകർന്നു തന്നത്, അത് പുനർജനിക്കാനുള്ള ഒരു നിമിത്തമായത് അത്തനേഷ്യസിലെ എൻ്റെ പ്രിയ കൂട്ടുകാരുടെ ആ സംഗമം തന്നെയായിരുന്നു. കോതമംഗലത്തെ കലാസാഹിത്യ സംഘടനകൾ, കുട്ടിക്കാലം മുതലേ എപ്പോഴും ഞാൻ ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള പുരോഗമന കലാസാഹിത്യ സംഘം, സുവർണരേഖ സാഹിത്യ കൂട്ടായ്മ, ബോധി കലാ സാംസ്കാരിക സംഘടന, ഇവയെല്ലാം എഴുത്തുവഴികൾക്ക് എന്നും ഊർജം തന്നെയാണ് നൽകിയത്. ഈ അവസരത്തിൽ ഞാൻ ഗ്രീൻ ബുക്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ പ്രിയ ശോഭ മാമിനെ നന്ദിയോടെ സ്മരിക്കുകയാണ്. അവതാരിക എഴുതി തന്ന പ്രിയ പവിത്രൻ തേക്കുനി മാഷ്, കവിതകളിലൂടെ പഠനം നടത്തിയ പ്രിയ ജയകുമാർ ചെങ്ങമനാട് മാഷ്, ഈ പുസ്തകത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇന്ന് പുസ്തക പരിചയം വരെ ഈ പ്രവർത്തനങ്ങളിൽ ഉടനീളം കൂടെ നിന്ന പ്രിയ സിജു പുന്നേക്കാട് മാഷിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കട്ടെ. ഇവിടെ ഈ കാലാവസ്ഥയിൽ പോലും കൂട്ടക്ഷരങ്ങളായി എൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന, എന്നോടൊപ്പം പങ്കുചേരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കട്ടെ. ഞാൻ ഇനിയും എഴുതിത്തീരാത്ത കവിതയാണ് നീ, അക്ഷരത്തെറ്റില്ലാത്ത കവിത. സ്നേഹവന്ദനം പ്രിയരെ, അക്ഷരത്തെറ്റില്ലാത്ത ജീവിത വഴികളിലെ കവിതകൾക്കായി കാതോർത്തുകൊണ്ട് എല്ലാവരോടും ഒപ്പം പ്രിയ ബിന്ദു ടീച്ചർ. ഇന്ന് ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഈ കോവിഡ് കാലം എൻ്റെ ഭവനത്തിലേക്ക് നല്ല ഒരു എഴുത്തുകാരിയെ മാത്രമല്ല കൊണ്ടുവന്നത്, പിന്നെയോ നല്ല ഒരു ചിത്രകാരനെ കൂടി കൊണ്ടു. ഈ യോഗം ധന്യമാക്കിയ എല്ലാവർക്കും നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നാശക്കെടുതികൾ ഉണ്ടായതിൻ്റെ പുറകിലായിരുന്നു. ഏതായാലും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ഈ യോഗം ഉദ്ഘാടനം ചെയ്തു, നമ്മളോട് സംസാരിക്കുകയും ചെയ്തു. ഒത്തിരി അനുഗ്രഹമായി. അപ്പോൾ അത്ര ജനപ്രിയ കവിയാണ് കുരിപ്പുഴ മാഷ്. അപ്പോൾ മാഷിനോടുള്ള നിറഞ്ഞ നന്ദി സ്നേഹത്തോടെ ആദരവോടെ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. പുസ്തകം സ്വീകരിച്ച നമ്മുടെ ദേശത്തിൻ്റെ തന്നെ കവി ജയകുമാർ ചെങ്ങമനാട് വളരെ സന്തോഷം, സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഒത്തിരി നന്ദിയുണ്ട് സിജു പുന്നക്കാട്, ആശംസ അർപ്പിച്ച പവിത്രൻ മാഷ്, അതുപോലെ തന്നെ ഡോക്ടർ സി രാവുണ്ണി ഉഗാസയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. മഴത്താളങ്ങൾ മുറുകുമ്പോൾ ഹൃദയഭിത്തികൾ രണഭേരികളാകുന്നു. മഴത്താളങ്ങൾ മുറുകുമ്പോൾ ഹൃദയഭിത്തികൾ രണഭേരികളാകുന്നു. വിലാപങ്ങൾക്കപ്പുറം
നൂപുരധ്വനികളുയരുന്നു. പടർന്ന ഓലത്തുമ്പുകൾക്കിടയിൽ അരിച്ചിറങ്ങുന്ന നീർത്തുള്ളികൾ ചുട്ടുപഴുത്ത വസുധ തൻ നെഞ്ചകത്തിന് കുളിർമയായി മാറുന്നുവോ? ചുട്ടുപഴുത്ത വസുധ തൻ നെഞ്ചകത്തിന് കുളിർമയായി മാറുന്നുവോ? വർഷമേഘങ്ങളെന്നുമെൻ സ്വപ്നങ്ങളിൽ പെയ്തിറങ്ങിയിടുമ്പോൾ ഒരു ഹിമബിന്ദുവായി ഇതളുകളെ ചുംബിക്കുമൊരമൃത നിമിഷങ്ങളിൽ നിന്നിലലിയാൻ കൊതിച്ചു ഞാൻ. പറന്നുയർന്ന പക്ഷി അവശേഷിപ്പിച്ച തൂവലുകൾ ഹൃദയനീടത്തിൽ സീൽക്കാരങ്ങളാകുന്നുവോ? പറന്നുയർന്ന പക്ഷി അവശേഷിപ്പിച്ച